ഹായ്, എൻ്റെ പേര് യാസർ അറഫാത്ത്. IIT മദ്രാസിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു റിസർച്ച് സ്കോളറാണ്. ടീച്ച് 10 ഭാഗമായിട്ട് എനിക്ക് എബിനുമായിട്ട് ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അവസരം കിട്ടി. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. നമ്മൾ റിന്യൂവബിൾ എനർജി ഒരു ടോപ്പിക്കുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്, 10 മിനിറ്റ്സ് വീഡിയോ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. എബിനുമായിട്ട് ടോപ്പിക് പ്രിപ്പറേഷനപ്പുറം വളരെ രസകരമായ ഒരുപാട് നിമിഷങ്ങൾ ഈ 2 വീക്കിൽ ഉണ്ടായി. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അബിൻ. ഞാൻ നിലമ്പൂർ IGMMRCയിൽ നിന്ന് വരുന്നു. കാറ്റിൽ നിന്നും എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന വീഡിയോ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യമായി ഞങ്ങൾ ഊർജത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ പോകുന്നു. ഊർജം എന്നാൽ എന്ത്? ഊർജം എന്നാൽ ജോലി ചെയ്യാനുള്ള കഴിവ് ആണ്. ഊർജ വിവിധ രൂപങ്ങളിലുണ്ട്. ഉദാഹരണത്തിന് താപം, പ്രകാശം, വൈദ്യുതി. ഫോസിൽ ഇന്ധന വ്യത്യസ്തത ഊർജ സ്രോതസ്സുകൾ: സൂര്യപ്രകാശം, ജലവൈദ്യുതി, ഫോസിൽ ഇന്ധനങ്ങൾ, ആണവോർജം, കാറ്റോർജം, സമുദ്രോർജം. പ്രധാനമായ 2 തരം ഊർജ സ്രോതസ്സുകളുണ്ട്. ഒന്ന് പുനരുപയോഗ ഊർജവും ഒന്ന് പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത ഊർജവും. പുനരുപയോഗ ഊർജം എന്നത് പ്രകൃതിദത്ത സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ്. അവ ഉപയോഗം ചെയ്യുന്നതിനേക്കാളും ഉയർന്ന നിരക്കിൽ വീണ്ടും നിറക്കപ്പെടുന്നു. അതിൻ്റെ ഉദാഹരണമാണ് സൂര്യപ്രകാശം, കാറ്റോർജം. പരിസ്ഥിതി സൗഹൃദം, കുറഞ്ഞ ചിലവ്. ഈ ഫോസിൽ ഇന്ധനങ്ങൾ, കൽക്കരി, ഇത് പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത ഊർജമാണ്. പരിസ്ഥിതി ലഭ്യത, ഉയർന്ന മലിനീകരണം, ഉയർന്ന ചിലവ്. ഊർജ സംരക്ഷണ നിയമം: ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനേ കഴിയൂ. ഇപ്പം മോട്ടോറിൽ വൈദ്യുതി യാന്ത്രിക ഊർജ്ജമായി മാറുന്നു. സ്പീക്കറിൽ വൈദ്യുതി ശബ്ദ ഊർജ്ജമായി മാറുന്നു. ബൾബിൽ വൈദ്യുതി പ്രകാശമൂർജ്ജമായി മാറുന്നു. ഇത് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് കാറ്റാടി യന്ത്രം. ഇല്ലെങ്കിൽ എന്താണ് ഒരു കാറ്റാടി യന്ത്രം? കാറ്റിനെ ഗതികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഒരു ഉപകരണമാണ് കാറ്റാടി യന്ത്രം. ഫാൻ വൈദ്യുതി ഉപയോഗിച്ച് കാറ്റ് അടിക്കുന്നു. കാറ്റാടി യന്ത്രം അത് വിപരീതമാണ് ചെയ്യുന്നത്. അത് കാറ്റിനെ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. എന്താ കാറ്റാടി യന്ത്രം ഭാഗം? ബ്ലേഡ്. കാറ്റാടി യന്ത്രം ഭാഗങ്ങൾ: ബ്ലേഡ്, അത് കറങ്ങുന്നു. റൂട്ടർ. കാറ്റാടി യന്ത്രത്തിലുള്ള ഭാഗമാണ് റൂട്ടർ. ബ്ലേഡുകൾ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അതും കറങ്ങുന്നു. ഗിയർ ബോക്സ്. കാറ്റാടി യന്ത്രം ബ്ലേഡുകൾ താരമിത സാവധാനത്തിലാണ് കറങ്ങുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വളരെ ഉയർന്ന വേഗത ആവശ്യമാണ്. അത് ഉയർന്ന ഗിയർ അനുപാതത്തെ ഉപയോഗിച്ച് ഗിയർ ബോക്സിനെ വേഗത വർദ്ധിപ്പിക്കുന്നു. ജനറേറ്റർ മെക്കാനിക്കൽ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. കാറ്റാടി യന്ത്രം പ്രധാന പ്രവർത്തനം: കാറ്റിനെ ഗതികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അത് ഒരു ഉപകരണമാണ് കാറ്റാടി യന്ത്രം. കാറ്റിനെ ഗതികോർജ്ജത്തെ ഭ്രമണോർജ്ജമാക്കി മാറ്റുന്നു. ഭ്രമണോർജ്ജത്തെ അത് വൈദ്യുതിയാക്കി മാറ്റുന്നു. അതിവേഗത കാറ്റടിക്കുമ്പോൾ മുകളിലൂടെ വീശുമ്പോൾ ബ്ലേഡുകൾ തിരിയാൻ തുടങ്ങുമ്പോൾ ഷാഫ്റ്റ് കറങ്ങാൻ തുടങ്ങുന്നു. അതിൻ്റെ ഫലമായാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ജനറേറ്റർ മെക്കാനിക്കൽ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. കാറ്റാടിയുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ:
സ്മോളിൻ്റെ കപ്പാസിറ്റി 10 കിലോ വാൾട്ടാണ്. ഇത് വീടുകളിലും കൃഷിയിടങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ഇതിൻ്റെ കപ്പാസിറ്റി 10 മുതൽ 250 കിലോ വാൾട്ട് വരെയാണ്. ഇത് ഗ്രാമങ്ങളിലും ഇൻ്റർമീഡിയറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ലാർജ് ഇതിൻ്റെ കപ്പാസിറ്റി 660 കിലോ വാൾട്ട് മുതൽ 2 മെഗാ വാൾട്ട് വരെയാണ്. ഇത് സെൻട്രൽ സ്റ്റേഷൻ കാറ്റാടി പാടങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കാറ്റാടിയുടെ ഗുണങ്ങളും ദോഷങ്ങളും. ഗുണങ്ങൾ: ഇത് പുതുക്കാവുന്ന ഊർജമാണ്. പരിസ്ഥിതി സൗഹൃദം, കുറഞ്ഞ പ്രവർത്തന ചിലവ്. ഇനി ദോഷങ്ങൾ: അസ്ഥിര ഊർജ ഉൽപാദനം, ശബ്ദ മലിനീകരണം, വന്യജീവി അപകടങ്ങൾ. കാറ്റാടിയുടെ ഉപയോഗങ്ങൾ: കാറ്റാടി വൈദ്യുതി ഉൽപാദനം, ബാറ്ററി ചാർജ്, യാന്ത്രിക ചലനം, ടെലികോം ടവറുകൾ. നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ച കാര്യം പറയാൻ പോകുന്നു. വ്യത്യസ്തത ഊർജ സ്രോതസ്സുകൾ പഠിച്ചു. കാറ്റാടി യന്ത്രം പ്രവർത്തന ഭാഗങ്ങൾ പഠിച്ചു. കാറ്റാടി എവിടെയെല്ലാം ഉപയോഗിക്കാം എന്ന് കണ്ടു. ഇനി നമ്മൾ നേരിടുന്ന ഊർജ ആവശ്യകത പരിഹരിക്കാൻ കാറ്റാടി മില്ലിന് സഹായിക്കാൻ കഴിയും. നന്ദി.